ആദ്യം കുറച്ച് വീഡിയോസും ഓൺലൈൻ ചാനലിലെ ന്യൂസുകളൊക്കെയാണ് കണ്ടത്. പിന്നീട് ചില പൊതു സുഹൃത്തുക്കൾ ഇവർ അറിഞ്ഞവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോലീസിലും അന്വേഷിച്ചിരുന്നു. അപ്പം പോലീസ് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ആളുകളോടെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ മാധ്യമങ്ങളോട് പോലും ആ ദിവസങ്ങളിൽ മറ്റൊരു സ്റ്റോറിയാണ് പോലീസ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഈ വിഷ്വൽസ് എല്ലാം കാണുന്നത്. ഇത് ഒരു ഉത്സവ സ്ഥലത്ത് നിന്ന ഒരു ഫാമിലിയാണ്. ഒരു വനിതാ പോലീസുകാരൊന്നുമില്ല. വനിതാ പോലീസുകാർക്കും ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. എന്നാൽ പോലും പുരുഷ പോലീസുകാർ, ഓഫീസർമാർ അവർ തന്നെ നേരിട്ടൊന്ന് ഇത്ര ക്രൂരമായിട്ട് ഇവരെ തല്ലുക, പിന്നെ ഇദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിക്കുക, മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുക. ഒരു പോലീസിങ്ങിൻ്റെ എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളല്ല. ഈ ഓഫീസർമാർക്കെതിരെ നേരത്തെയും പരാതിയുള്ളതാണ്. ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ് വന്ന ദിവസം വളരെ വലിയ സംയമനം പാലിച്ചുകൊണ്ടാണ് അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് വന്ന് ഞങ്ങളുടെ ഒരു DCC സെക്രട്ടറിയുടെ മൂക്കിനിട്ടിടിച്ച് ഇപ്പോൾ ആളുകൾ നോക്കുമ്പം ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുമ്പോൾ DCC സെക്രട്ടറിയുടെ മൂക്കിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് കണ്ടുകൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. രഘു പാണ്ഡവപുരം, അയാൾ പഞ്ചായത്ത് മെമ്പറാണ്. ഈ സെയിം പോലീസ് ഓഫീസറാണ് ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ ഒരു ഷോ കാണിച്ച് ഒരു പാവപ്പെട്ട, അയാളാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളാണ്. നിയമ നടപടി സ്വീകരിക്കാൻ ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ പോലീസ് സേനയിൽ ഉണ്ടാകാൻ പാടില്ലാത്തവരാണ്. ഇത്ര ഹീനമായി, മനുഷ്യത്വ വിരുദ്ധമായി, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ സേനയ്ക്ക് അപമാനമാണ്. സേനയിൽ ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും ഇവർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിനെല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കും.